ഹായ്, വെൽക്കം ബാക്ക്. ഇന്നൊരു എഗ് റെസിപ്പിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, അതിലേക്ക് ചെറിയൊരു ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മസാല സെറ്റാക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുട്ട കൊണ്ടുള്ളൊരു ഫ്രൈ ആണ്. ഇങ്ങനെ ആകുമ്പോഴേ മസാലയൊക്കെ അതിൽ സെറ്റാകും. മറ്റേത് മുളകും പൊടിയൊക്കെ ഒരു കട്ടായി ഇങ്ങനെ കക്കൂലേ, അതൊരു എന്തോ പോലെയല്ലേ. ഇങ്ങനെ ആകുമ്പോൾ എല്ലായിടത്തും അത് സെറ്റായി വരും. കണ്ടോ, മുളക് പൊടി ഒന്നും എവിടെയും കട്ട കുത്താതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമ്മുടെ കോഴികളൊക്കെ സുപ്രഭാതം പരിപാടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ചിക്കി എടുക്കൂലേ, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മക്കത്ത് പൂത്തൊരു മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൈതരിയായെങ്കിൽ കോഴികളുടെ സൗണ്ട് നല്ല പോലെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കിതിങ്ങനെ കുത്തി ചെറിയ ചെറിയ പീസാക്കിയിട്ടെടുക്കാം കേട്ടോ. മക്കത്തെ മരത്തിലെ ഓരിലയായെങ്കിൽ ഇത്ര മതി. നമുക്കത് ഓഫാക്കി കൊടുക്കാം. ഇനി വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കട്ടോ. ഒരു കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി.
ഇതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഫോണ് പിടിക്കാനും വീഡിയോ എടുക്കാനും ഞാൻ തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഇട്ട് തരുന്നതൊന്നും കാണിക്കാനൊന്നും വഴിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ റെസിപ്പി. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇത്ര മതി, ഇനി ഓഫാക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എഗ്ഗ് കൊണ്ട് അടിപൊളി ടേസ്റ്റ്, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. സൂപ്പറല്ലേ? അത് എഗ്ഗ് ഫ്രൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. സ്കൂളിലേക്ക് കൊടുത്തേക്കാനാണ് കേട്ടോ. മുട്ട കൊണ്ട് എളുപ്പത്തിൽ ഫാത്തിമാക്ക് നമ്മൾ മുട്ടയിൽ മുളക് പൊടിയൊന്നും ചേർക്കാതെ ഈ ടൈപ്പിൽ കേട്ടോ. ഇത് കുട്ടി മറ്റുള്ളവർക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയും ആയിട്ട് വരാം. ഓക്കേ.